ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നാല്. ഇന്ന് ഞാൻ മണി മെഡിറ്റേഷൻ, അതായത് മണി ബ്ലോക്കുകൾ നീങ്ങുവാനുള്ള ഒരു മെഡിറ്റേഷനാണ് ഉദ്ദേശിച്ചത്. എല്ലാവരും ജീവിതത്തിൽ അവനവന്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള പണം ഇഷ്ടം പോലെ ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുകയും അതുപോലെ എന്തൊക്കെയോ പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല ബിസിനസ് തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പല സംഗതികളിലേക്കും പൈസ ഇറക്കിക്കൊണ്ടൊക്കെ പലതും ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരു 70% ആളുകൾക്കും അവനവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആ മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിന്റെ കാരണം നമ്മുടെ കുട്ടിക്കാലം മുതൽക്കോ പല സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിലേക്ക് പോയിട്ടുള്ള പണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ചിന്തകളുമാണ് നമുക്ക് ആ മേഖലയിൽ തിളങ്ങാൻ സാധിക്കാത്തത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് ബ്ലോക്കുകളെ മാറ്റാൻ സാധിച്ചാൽ നമ്മൾ ഏത് മേഖലയിൽ പ്രവേശിച്ചാലും അവിടെ ശോഭിക്കുവാനും നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തുവാനും സാധിക്കും. അപ്പൊ അതിന് ഉപകരിക്കുന്ന നമ്മളെ മനസ്സിലുള്ള ഈ നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് അസുഖങ്ങളുമായി കഴിയുന്ന ഒരുപാട് വ്യക്തികളുടെ ജീവിതങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരൊക്കെ പണം പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചുള്ള മക്കളെ പഠിപ്പിക്കുവാനും അല്ലെങ്കിൽ മക്കളുടെ ആവശ്യങ്ങൾക്കും അല്ലെ സ്വന്തം ആവശ്യങ്ങൾക്കും ഒരു വീട് വെക്കുവാനും കാറൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് എത്രയോ കാലം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ ഉണ്ടാവും. ഇവർക്കൊക്കെ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവനവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് നമ്മുടെ ഉള്ളിലുള്ള ഈ മണി ബ്ലോക്കുകൾ. അപ്പോൾ ഈ ബ്ലോക്കിനെ നമുക്ക് നമ്മുടെ നല്ല നല്ല ചിന്തകൾ കൊടുത്തുകൊണ്ട്, അതായത് നമ്മൾ തന്നെയാണ് നമുക്ക് പണം വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ ബ്ലോക്കിനെ നീക്കിയാൽ നമ്മൾ നല്ല പണമുള്ള വരുമാനം ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അപ്പൊ അതിനുപകരിക്കുന്ന മണി ബ്ലോക്കിനെ നീക്കുവാൻ ഉപകരിക്കുന്ന ഒരു മെഡിറ്റേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. അപ്പൊ എല്ലാവരും കാലുകൾ തറയിൽ തട്ടിച്ച് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടക്കുക. സാവകാശം കണ്ണുകൾ അടച്ചതിന് ശേഷം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസത്തെ നന്നായി അനുഭവിച്ചറിയാം. ശ്വാസത്തെ നന്നായി ആസ്വദിക്കുക. ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു പ്രകാശപൂരിതമായ ഒരു എനർജി ഉള്ളിലേക്ക് പോകുന്നതായും, സാവകാശം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നതായും ചിന്തിക്കുക. അപ്പൊ നമ്മുടെ ഈ ശ്വാസത്തിന്റെ പിന്നിലൊരു രഹസ്യമുണ്ട്. ആ രഹസ്യത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഓരോ തവണയും ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക. ഓരോ പ്രാവശ്യവും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും അതുപോലെ പുറത്തേക്ക് വിടുമ്പോഴും ഒക്കെ നമ്മുടെ ചിന്തകൾ, അതുപോലെ നമ്മുടെ ആരോഗ്യത്തിലും പണത്തിലുമൊക്കെയുള്ള പുരോഗതി കൈവരിക്കുന്നതായി നമ്മൾ മനസ്സിൽ കാണാം. എന്നിട്ട് കൂടുതൽ കൂടുതൽ സന്തോഷത്തോടു കൂടി നമ്മൾ ഇതിങ്ങനെ ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതുപോലെ പുറത്തേക്ക് വിടുക. ആന്തരിക ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണോ സംഭവിക്കുന്നത് എന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കുക. ഉള്ളിലുള്ള എല്ലാ മാലിന്യങ്ങളും, മനസ്സിനൊരു റിലാക്സ് കിട്ടുന്നുണ്ടോ, ഉള്ളിലുള്ള മാലിന്യങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തിങ്. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പ്രത്യേകമായ ഒരു ഹീലിംഗ് എനർജി ശ്വാസത്തിന്റെ കൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതായും, ആന്തരിക ലോകത്ത് ഉള്ള എന്തൊക്കെയോ പ്രയാസങ്ങൾ, അതായത് നമ്മുടെ രക്തം പാസ് ചെയ്യുന്നതിനുമൊക്കെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നതായും വിശ്വസിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് സാവകാശം പുറത്തേക്ക് വിടുക. നമ്മുടെ ഉള്ളിലുള്ള ആന്തരാവയവങ്ങൾക്കുള്ള പ്രയാസങ്ങളെല്ലാം നീങ്ങുന്നതായും നമ്മുടെ ഉള്ളിൽ നന്നായി ആശ്വാസം ലഭിക്കുന്നതുമായി ചിന്തിച്ചുകൊണ്ട് ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ഓരോ തവണ
ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും നമ്മൾ റിലാക്സ് ആവുന്നതായും കൂടുതൽ കൂടുതൽ റിലാക്സേഷൻ ലഭിക്കുന്നതായും ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശരീരത്തെയും ഉള്ളിലുള്ള ആന്തരാവയവങ്ങളെയും ഒക്കെ നന്നായി സ്കാൻ ചെയ്തുകൊണ്ട് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയാം. ഇനി നമുക്ക് ശരീരത്തിന്റെ ആന്തരിക ലോകത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ആലോചിക്കാം. ആ പ്രവർത്തനത്തിന്റെ മർദ്ദം നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എത്ര സങ്കീർണമായ പ്രവർത്തനങ്ങളാണ് ആന്തരിക ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സങ്കീർണമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തിത്തരുന്ന എൻ്റെ സൃഷ്ടാവ്, ആ സൃഷ്ടാവിന് ആത്മാർത്ഥമായി നമുക്ക് നന്ദി പറയാൻ സാധിക്കണം. ഈ നന്ദിയുള്ള മനസ്സ് നമ്മളിൽ ഇല്ലാത്തതാണ് നമുക്ക് ഈ മണി ബ്ലോക്കുകളൊക്കെ സംഭവിക്കുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മളിൽ നിർബന്ധമായും നമ്മൾ നന്ദിയുള്ള ഒരു മനസ്സിനെ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഒന്നുകൂടി നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. Breathe in. Breathe out. Breathe in. Breathe out. നല്ല പ്രകാശപൂരിതമായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതായി ചിന്തിച്ചുകൊണ്ട് ആന്തരികാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്നായി ശ്വാസം അടിവയറ്റിൽ എത്തുന്നത് വരെ എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് വായ അടക്കുക, ക്ലോസ് ചെയ്യാം. എന്നിട്ട് അടിവയറ്റിൽ എത്തുന്നത് വരെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ നെഗറ്റീവുകളും എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നതായി ചിന്ത കൊടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ വിഷമങ്ങളും പണമില്ലാത്തതിന്റെ പേരിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പണം ഇഷ്ടം പോലെ നമ്മുടെ കൈകളിൽ ഇല്ലാത്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അതൊക്കെ പുറത്തേക്ക് പോകുന്നതായി ചിന്ത കൊടുക്കുക. ബ്രീത്ത് ഔട്ട്. ഒന്നുകൂടി. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈകളിലൊക്കെ ഇഷ്ടംപോലെ പണം ഉള്ളതായി ഫീൽ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. ഇനി നമ്മുടെ മണി ബ്ലോക്കുകൾ പോകുവാൻ ഞാൻ പറയുന്ന ഈ അഫർമേഷൻ നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. സമ്പത്ത് സൃഷ്ടിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. സമ്പത്ത് സൃഷ്ടിക്കുവാനും കൈകാര്യം ചെയ്യുവാനുമുള്ള എൻ്റെ കഴിവിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ പണത്തെ ആകർഷിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ പണത്തെ ആകർഷിക്കുന്നു. ഞാൻ നല്ലൊരു പണക്കാരനാണ്, പണക്കാരിയാണ്. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്. സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. പണം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണം എന്നിലേക്ക് സുഗമമായി വന്നുകൊണ്ടേയിരിക്കുന്നു.
ആവശ്യത്തിലധികം പണം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. എനിക്ക് പണം ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. എനിക്ക് പണം ഇഷ്ടമാണ്. ഞാൻ പണത്തെ നന്നായി സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. എനിക്ക് പണത്തെ ഇഷ്ടമാണ്. ഞാൻ പണത്തെ നന്നായി സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പണത്തിന്റെ ക്ഷാമം ഞാൻ അറിയാതെ ക്രിയേറ്റ് ചെയ്തതായിരുന്നു. എനിക്കറിയില്ലായിരുന്നു പണം ഒരു എനർജിയാണ്, അത് തീവ്രമായി ആഗ്രഹിക്കുന്നവരിലേക്ക് പണം ഒഴുകും എന്നുള്ള അറിവില്ലാതെ. എനിക്ക് പണമില്ലാത്തത് എൻ്റെ പേരൻസിന് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെ എനിക്ക് മറ്റുള്ളവർ തരാത്തത് കൊണ്ടാണ് എന്നുള്ള നെഗറ്റീവ് ചിന്തകൾ എൻ്റെ ഉള്ളിൽ കൊണ്ടു നടന്നതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ പണത്തിന്റെ ക്ഷാമം. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് എന്നിൽ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ വന്നു പോയതിന് ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ എനിക്കാവശ്യമുള്ള പണം ഞാൻ സമ്പാദിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ സമ്പാദിക്കാതിരുന്നതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കാതെ ഞാൻ പലരെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അറിവില്ലായ്മ കാരണമാണ് ഞാൻ ഈ രൂപത്തിൽ കുറ്റപ്പെടുത്തേണ്ടി വന്നത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഞാൻ സ്വന്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പണത്തോടും പണം നൽകുവാനുള്ള പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ സൃഷ്ടാവ് നൽകിയിട്ടുള്ള അനുഗ്രഹത്തെ മനസ്സിലാക്കാത്തത് കൊണ്ട് ഞാൻ പണത്തെയും കുറ്റപ്പെടുത്തി പലരെയും ഞാൻ കുറ്റപ്പെടുത്തി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഡിയർ മണി, പ്രപഞ്ച സൃഷ്ടാവെ, എന്നെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ആ ശക്തിയോട് ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം സോറി. എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടുള്ളതും എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്രയും ഈ കാലം ഇത്രയും ആഗ്രഹങ്ങൾ ഞാൻ നിറവേറ്റിയതിന് ഞാൻ നന്ദി പറയാൻ മറന്നുകൊണ്ട് ഞാൻ ഒരുപാട് പണത്തിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവരെയും ഞാൻ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് തന്നെ ബ്ലോക്കായിക്കൊണ്ട് എന്നിലേക്ക് പണം ഒഴുകുന്നതിന് തടസ്സമായിക്കൊണ്ട് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പണത്തിന്റെ പ്രയാസത്തിന്റെ കാരണങ്ങൾ ഇതെല്ലാമാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ ഇന്ന് വരെ ജീവിച്ചു. അതുകൊണ്ട് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് പണത്തോടുള്ള കൺസെപ്റ്റ് മാറിയാൽ പണം ഒരു എനർജിയാണ്, അത് തീവ്രമായി ആഗ്രഹിക്കുന്നവരിലേക്ക് അത് ഒഴുകും. നമ്മൾ അതിനുള്ള ടെക്നിക്കുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായും നമ്മൾ പണക്കാരനും പണക്കാരിയുമാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റും എന്നുള്ളത് എനിക്കിപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഈ പണത്തിനെ കുറ്റപ്പെടുത്തിയതിന്, ആ സൃഷ്ടാവ് നൽകിയ അനുഗ്രഹങ്ങൾ മനസ്സിലാക്കാതെ ഒരുപാട് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു നടന്നുകൊണ്ട് ഞാൻ ഈ രൂപത്തിൽ പണത്തിന് ക്ഷാമം നേരിട്ടത് ഞാൻ കാരണം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി വീണ്ടും ഞാൻ സോറി പറയുകയാണ്. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എന്നെ എല്ലാ കാര്യത്തിലും ഇത്രയേറെ തുണച്ചതിന് ഞാൻ നിന്നെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ഡിയർ മണി, ഞാൻ ആത്മാർത്ഥമായി നിന്നെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ഞാൻ പണത്തെ വളരെയേറെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പണം എന്നിലേക്ക് ഒഴുകണം. എൻ്റെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ചുള്ള പണം എന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതായി എനിക്ക് ഇപ്പോൾ മനസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ
എനിക്ക് ഈ നെഗറ്റീവ് ഇമോഷൻസ്, നെഗറ്റീവ് ബ്ലോക്കുകൾ എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒഴുകൽ സാധ്യമാവാത്തത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും എന്നിലേക്ക് പണം ഒഴുകുന്നതിന് വേണ്ടി, എനിക്ക് പണത്തോടുള്ള കൺസെപ്റ്റ് മാറുന്നതിന് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഐ ആം റിയലി സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. പല വ്യക്തികളിലൂടെയും പല സാഹചര്യങ്ങളിലൂടെ പല സന്ദർഭങ്ങളിലൂടെ എൻ്റെ അടുത്ത് എപ്പോഴും എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഐ താങ്ക് യു ഡിയർ മണി. ഇതിന് എന്നെ സഹായിക്കുന്ന ആ പ്രപഞ്ച ശക്തിയോടും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഈ നന്ദി പറയാൻ വൈകിയതാണ് എനിക്ക് ഇത്തരം പ്രയാസങ്ങളിലൂടെ എൻ്റെ ജീവിതം കടന്നു പോവേണ്ടി വന്നത് എന്ന് എനിക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. നന്ദി എന്നുള്ളത് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. നമ്മളെല്ലാറ്റിനും കുറ്റം കണ്ടുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ജീവിച്ചു പോന്നതിനാൽ, ഇങ്ങനെയൊരു ശൈലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ സ്വീകരിച്ചു പോയതിനാലാണ് നമ്മളിലേക്ക് ഇത്തരം അനുഗ്രഹങ്ങൾ ഒഴുകാത്തത്. അതുകൊണ്ട് എന്നിൽ ഇത്തരം ദുസ്വഭാവങ്ങൾ മാറ്റിയാൽ മാത്രമാണ് ഇത്തരം അനുഗ്രഹങ്ങൾ എന്നിലേക്ക് ഒഴുകുക എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ പ്രതിജ്ഞ എടുക്കുകയാണ്, എൻ്റെ സ്വഭാവത്തെ ഇനി ഞാൻ ശരിയാക്കും. എൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം നെഗറ്റീവുകൾ ഉണ്ട്, എന്തെല്ലാം ദുസ്വഭാവമാണ് എൻ്റെ ഉള്ളിൽ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇതുവരെ ജീവിച്ചതുപോലെയല്ലാതെ ഇനി എൻ്റെ സ്വഭാവത്തെ ശരിയാക്കിക്കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ സംസ്കരിച്ചുകൊണ്ട് ആത്മാവിനെ ഞാൻ പോസിറ്റീവാക്കി നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുവാൻ ഞാൻ തീരുമാനിക്കുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് എനിക്ക് പണം ഒഴുകുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഇതെല്ലാം ആണെന്ന്, എൻ്റെ നെഗറ്റീവ് ചിന്തകളും എൻ്റെ സ്വഭാവം മോശമായതുമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ സ്വഭാവത്തെ ശരിയാക്കുവാനും പോസിറ്റീവ് ചിന്തകൾ കൊണ്ടു നടക്കുവാനും എൻ്റെ ആത്മാവിനെ സംസ്കരിക്കുവാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളാണ് എൻ്റെ ലൈഫിൽ മാറ്റമുണ്ടാക്കുക. ഞാൻ അതിയായി ഒരു പണമുള്ള ഒരു വ്യക്തിയായി മാറുവാൻ, എൻ്റെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനാൽ എന്നിൽ തന്നെ വന്നു പോയിട്ടുള്ള ഇത്തരം തെറ്റുകൾക്ക്, നെഗറ്റീവ് ചിന്തകളാണ് എന്നെ ഈ രൂപത്തിൽ എത്തിച്ചത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇത്തരം നെഗറ്റീവ് ചിന്തകൾ എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ കൊണ്ടു നടന്നതിന് ഞാൻ ആത്മാർത്ഥമായി സോറി പറയുകയാണ്. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ മനസ്സിൽ പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല നെഗറ്റീവ് ചിന്തകളും കുട്ടിക്കാലം മുതൽക്കേ എൻ്റെ ഉള്ളിൽ കയറിയതാണ്. ഇപ്പോൾ ഞാൻ പണത്തിന് നേരിടുന്ന ക്ഷാമം, ഇത്രയും പണത്തിന് ക്ഷാമം അനുഭവിക്കേണ്ടി വന്നതിന്റെ കാരണം എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചിന്തകൾ, ഇതാണ് എന്നിലേക്ക് പണം ഒഴുകാത്തത് എന്ന് എന്നോട് ആരും പറഞ്ഞു തരാത്തതിനാൽ ഞാൻ ഈ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു. അതുകൊണ്ട് ഈ നെഗറ്റീവുകൾ മൊത്തം എൻ്റെ മനസ്സിൽ നിന്നും പൂർണ്ണമായും പോകുന്നതിന് വേണ്ടി, പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി, ഇത്രയും കാലം പോസിറ്റീവ് ചിന്തകൾ കൊണ്ടു നടക്കാതെ ഈ രൂപത്തിൽ ഞാൻ ജീവിച്ചു പോയതിന് ആത്മാർത്ഥമായി ഞാൻ സോറി പറയുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. പണം ഒരു എനർജിയാണെന്നും പണത്തെ തീവ്രമായി ആഗ്രഹിക്കുന്നവർക്ക് പണം ഒഴുകും എന്നുള്ള അറിവ് ഇല്ലാത്തതും പണവുമായി ബന്ധപ്പെട്ട് അറിയാതെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു നടന്നതുമാണ് ഞാൻ ഈ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് എനിക്കിപ്പോൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു. ഈ അറിവില്ലാതെ ഞാൻ പലരെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും അല്ലെ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ വിജയിക്കാത്തതിനുള്ള കാരണം എൻ്റെ ഉള്ളിലുള്ള ഇത്തരം നെഗറ്റീവ് കൺസെപ്റ്റുകളാണ്, നെഗറ്റീവ് ചിന്തകളാണ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ നല്ലൊരു പണക്കാരിയാവണം, എൻ്റെ ആവശ്യങ്ങൾക്ക് ഒരാളോട് ചോദിക്കാത്ത രൂപത്തിൽ എനിക്ക് പണം ലഭിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കിപ്പോൾ ഉണ്ടായി. അത് കാരണമാണ് ഞാൻ ഈ ആത്മാർത്ഥമായി കൊണ്ട് എൻ്റെ ഉള്ളിൽ നിന്നും ഈ നെഗറ്റീവുകൾ പോകുവാൻ,
എൻ്റെ എനർജിയെ പോസിറ്റീവ് ആക്കുവാൻ, പോസിറ്റീവ് ചിന്തകൾക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുവാൻ കാരണം നെഗറ്റീവിലൂടെ ഞാൻ നീങ്ങുമ്പോൾ എനിക്ക് പരാജയവും പോസിറ്റീവിലൂടെ നീങ്ങുമ്പോൾ എനിക്ക് വിജയവുമാണെന്ന് തിരിച്ചറിയാൻ ഇപ്പോൾ സാധിച്ചു. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ഇതുവരെ എൻ്റെ അറിവില്ലാതെ ഇത്തരം നെഗറ്റീവ് ചിന്തകൾ കൊണ്ടു നടന്നതിന് ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. ഐ ആം സോറി. ഞാൻ തന്നെയാണ് എൻ്റെ അവസ്ഥ ഈ രൂപത്തിൽ എത്തിച്ചത്. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ പണക്കാരനായി മാറിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ പണക്കാരിയായി മാറിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തിന്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. സമ്പത്തിന്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. എനിക്ക് പണം വളരെയേറെ ഇഷ്ടമാണ്. എനിക്ക് പണം വളരെയേറെ ഇഷ്ടമാണ്. എനിക്ക് പണം വളരെയേറെ ഇഷ്ടമാണ്. ഞാൻ പണത്തെ നന്നായി സ്നേഹിക്കുന്നു. അതുപോലെ ഞാൻ പണത്തെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ പണത്തെ നന്നായി സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ നന്നായി ബഹുമാനിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ പണത്തെ ആകർഷിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ പണത്തെ ആകർഷിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ പണത്തെ ആകർഷിക്കുന്നു. ഞാൻ പണക്കാരിയാണ്. ഞാൻ പണക്കാരനാണ്. ഞാൻ നല്ല ഒരു പണക്കാരനായി എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഞാൻ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. ഞാൻ ധനത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ഞാൻ ധനത്തെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. എന്നിലേക്ക് പണം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്നിലേക്ക് പണം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്നിലേക്ക് പണം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ. പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ. പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ ആത്മാർത്ഥമായി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമ്പൽ സമൃദ്ധിയെ എൻ്റെ ജീവിതത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്ത് സ്ഥിരമായി എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ പണക്കാരിയായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ പണക്കാരനായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ അനുദിനം കൂടുതൽ കൂടുതൽ പണക്കാരിയായിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തിന്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തിന്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. സമ്പത്തിന്റെ കുന്നുകളായി പണം എന്നിലേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് പണം ഇഷ്ടമാണ്. ഞാൻ പണത്തെ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എനിക്ക് പണം ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഞാൻ എല്ലാ ദിവസവും പണം ആകർഷിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണം ആകർഷിക്കുന്നു. ഞാൻ എല്ലാ ദിവസവും പണം ആകർഷിക്കുന്നു. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. എനിക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉള്ളതിന് നന്ദി. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. ഞാൻ ധനത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയിരിക്കുന്നു. സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്.
സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്. സമ്പന്നത എൻ്റെ ജന്മാവകാശമാണ്. പണം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. പണം സുഗമമായി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. ആവശ്യത്തിലധികം ധനം എപ്പോഴും എൻ്റെ പക്കലുണ്ട്. എനിക്ക് പണം വളരെയേറെ ഇഷ്ടമാണ്. എനിക്ക് പണം വളരെയേറെ ഇഷ്ടമാണ്. ഞാൻ പണത്തെ സ്നേഹിക്കുന്നു. ഞാൻ പണത്തെ ബഹുമാനിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. നിരവധി മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഞാൻ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നന്നായി റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി 1 മിനിറ്റ് പണം നമ്മളിലേക്ക് ഒഴുകുന്നതായും നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പണം നമ്മളിലേക്ക് എത്തുന്നതായും തീവ്രമായി ആഗ്രഹിച്ച ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയതായിട്ടൊക്കെ ഇപ്പോൾ മനസ്സിൽ 1 മിനിറ്റ് കാണും. നമ്മുടെ ബാഗിലും പേഴ്സിലും എവിടെയൊക്കെയാണോ നമ്മൾ പണം വെക്കുന്നത് അവിടെയൊക്കെ 500-ന്റെ അട്ടി നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചുകൊണ്ട് ഒരുപാട് പണം നമ്മുടെ അൾമാറയിൽ ഉള്ളതായി വിഷ്വലൈസ് ചെയ്ത് ഫീലിങ്സോടെ സന്തോഷിക്കുക. നന്നായി സന്തോഷം മനസ്സിൽ കാണാം. 1 മിനിറ്റ്. എന്നിട്ട് ഒന്നും കൂടി ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നന്നായി കൈകൾ നന്നായിട്ട് വാമപ്പ് ചെയ്യാം. ചൂടാവുന്നത് വരെ വാമപ്പ് ചെയ്തിട്ട് 2 കണ്ണുകളിലും മുഖത്തും തടവിക്കൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തടവുക. എന്നിട്ട് നല്ലൊരു പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ കണ്ണുകൾ തുറക്കുക. ചിരിച്ചോണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ ആ അവസ്ഥയിലേക്ക് എത്തിയതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ തുറക്കുക. ഇനി ഇങ്ങനെ പണം നമ്മളിലേക്ക് നേടണമെന്ന് തീവ്രമായി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ മണി ബ്ലോക്കുകൾ നീങ്ങാൻ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. വിഷ്വലൈസേഷൻ, മാനിഫെസ്റ്റേഷൻ, ഇങ്ങനെ വ്യത്യസ്ത ടെക്നിക്കുകളുണ്ട്. ഇത് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ 90 48 71 70 75 എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മൾ 3 തലമുറ കണ്ടതാണ്. കാരണം നമ്മുടെ മുന്നത്തെ ഒരു തലമുറ, ഇപ്പൊ നമ്മുടെ തലമുറ, ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയും ഇപ്പോഴത്തെ കുട്ടികള്, കാരണം നമ്മൾ പണ്ട് ജീവിച്ചത് പോലെയല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം ലാവിഷായി ജീവിക്കണം, സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടൂറും കാര്യങ്ങളും, അതുപോലെ പണത്തിന് നമ്മളൊക്കെ പണമാണ് എല്ലാത്തിനും ഘടകമായി. നമ്മൾ എന്തെങ്കിലും ഒരു സംഗതിക്ക് പൈസ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഉൾവലിയുന്ന ഒരു മാനസികാവസ്ഥയാണ് നമ്മളുള്ളത്. പണത്തെ പൂജിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥ. അതുകൊണ്ടാണ് നമ്മളിലേക്ക് പണം ഒഴുകാത്തത്. എന്നാൽ ഇപ്പൊ നമ്മുടെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ടീനേജ് ആയിട്ടുള്ള ഈ കുട്ടികളൊക്കെ പണത്തിനെ പൂജിക്കുന്നില്ല. അവര് ലാവിഷായി കൊണ്ട്
ഉള്ള ലൈഫിനെ സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ള ഒരു തിയറിയാണ് അവർക്ക്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ വിവാഹത്തിനൊക്കെ സമ്മതിക്കാതിരിക്കുന്നുള്ള കാരണം പ്രധാനമായിട്ടും അവരുടെ പേരൻസ് ഈ പണത്തിന്റെ പേരിൽ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കടിക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എൻ്റെ മോന്റെ പ്രായമുള്ള ഒരു കുട്ടി വിവാഹത്തിന് സമ്മതിക്കാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട് എന്നോട്. എൻ്റെ ഉമ്മക്ക് എന്തെങ്കിലും പൈസന്റെ ആവശ്യമുണ്ടെങ്കിൽ ഉമ്മ ഉപ്പയോട് എത്രയോ പ്രാവശ്യം ഇങ്ങനെ പൈസ വേണം എന്ന് കെഞ്ചി 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 ബാക്കിൽ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് ഉമ്മ പോവേണ്ട സ്ഥലത്തൊക്കെ പോയി തിരിച്ചു വന്ന് അല്ലെ വേറെ എന്തെങ്കിലും സംഗതികൾ നടത്തി വന്നാൽ 100 രൂപയാണ് ഉപ്പ കൊടുത്തതെങ്കിൽ 200 രൂപന്റെ കണക്ക് കൊടുക്കണം. ഇങ്ങനെ എന്തിനാണ് നമ്മൾ മാനസികമായിട്ട് പീഡനം സഹിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള പണമൊന്നും കണ്ടെത്താൻ സാധിക്കാതെ, നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്താതെ, നമുക്ക് വേണ്ട അറിവുകൾ നേടാതെ എന്തിനാണ് ഇപ്പം തന്നെ ഞാൻ ഒരാളുടെ ഭാര്യയായി ജീവിക്കാൻ തീരുമാനമെടുക്കുന്നത് എന്നാണ് എന്നോട് ചോദിച്ചൊരു ചോദ്യം. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ കണ്ട നമ്മുടെ ജീവിത ശൈലിയല്ല ഇനി വരുന്ന മക്കളുടെ ജീവിത ശൈലി എന്നുള്ളത്. അതിനാല് ഈ പണത്തിന് അവർക്ക് നമ്മൾ പണമില്ലാത്തൊരവസ്ഥയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ ഒന്നുമല്ല. നമ്മൾ എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്താലും എന്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് നമുക്ക് കണ്ടെത്താൻ കഴിയൂല, നിങ്ങൾക്കൊന്നും ഒരു മാർക്കും ഇല്ല എന്ന്. അതുകൊണ്ട് നമ്മൾ ആരും വൈകിയിട്ടില്ല. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി ഇതിനുള്ള വ്യത്യസ്ത ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ടെക്നിക്കുകൾ ഉണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഇതിലൂടെ വർക്ക് ചെയ്യുക, ആകർഷണ സിദ്ധാന്ത നിയമം. അതുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ജന്മം സുന്ദരമായിക്കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒന്നും ഒരു ഘടകമല്ല. ഏത് വയസ്സിലും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ലക്ഷ്യമുണ്ടെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കും. കാരണം 65-ാമത്തെ വയസ്സിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 94-ാമത്തെ വയസ്സിൽ മരിക്കുന്നതിനുള്ളിൽ ലോക കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയ ഒരു വ്യക്തിയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അതുവരെ അദ്ദേഹം നിരാശയിലൂടെ, ദുഃഖങ്ങളിലൂടെ, ആത്മഹത്യയൊക്കെ ചെയ്യാൻ ശ്രമിച്ചതും പരാജയപ്പെട്ടുകൊണ്ടാണ് അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ, പാഷനെ കണ്ടെത്തുമ്പോൾ, അതിനുള്ള അറിവുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഏജ് ഒന്നും ഒരു തടസ്സവുമല്ല. നമ്മൾ ചിന്തകൾ ഈ രൂപത്തിലേക്ക് പോക്കുകയാണ് വേണ്ടത്. കാരണം നമ്മൾ അറിയാതെ ചുറ്റുപാടുമുള്ളവരെ നിരീക്ഷിക്കാനാണ്, മറ്റുള്ളവന്റെ കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും കണ്ടെത്താനാണ് നമ്മൾ പഠിച്ചു പോയത്. നമ്മൾ അറിയാതെ നമ്മുടെ എനർജി ഈ രൂപത്തിലാണ് വളർന്നു വന്നത്. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നല്ല ചിന്തകൾ കൊടുത്തുകൊണ്ട് പണക്കാരിയാവണം എന്നുള്ള ഒരു ലക്ഷ്യം, ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിലേ നമുക്ക് അവിടേക്ക് എത്താൻ കഴിയുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ രൂപത്തിലേക്ക് തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ തീർച്ചയായും നമുക്ക് ഇതെല്ലാം എത്തിപ്പിടിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള പണം ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പണമില്ലാത്തതാണ് ഇന്ന് അധിക മനുഷ്യരും നേരിടുന്ന ഏറ്റവും വലിയ ടെൻഷന്. കാരണം മറ്റുള്ളവരൊക്കെ ലാവിഷായി ജീവിക്കുമ്പോൾ ചിലപ്പോൾ അവരൊക്കെ ആധാരം പണയം വെച്ചിട്ടായിരിക്കും ആ കളി കളിക്കുന്നത്. എല്ലാവരും അങ്ങനെയല്ല, അങ്ങനെയുള്ളവരുണ്ട്. എന്നിട്ട് നമ്മൾ ചിന്തിക്കും നമുക്ക് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിലും ഇത്തരം കഴിവുകളൊക്കെ ഉണ്ട്. നമുക്ക് അറിവുകൾ കൊടുത്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോമുകൾ നമ്മളെ മുന്നിലുണ്ട്. സ്വന്തം വീടിന്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ ഉണ്ടാക്കി അത് ബിസിനസ് ചെയ്യുവാനുള്ള അവസ്ഥ വരെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനത്തെ അറിവുകളൊന്നുമില്ല. എന്നിട്ട് ഇങ്ങനെ പൈസ അല്ല, അതിന് പൈസ അല്ല, ഇതിന് പൈസ അല്ല, കടണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ നല്ലൊരു ജീവിതത്തെ തകർക്കുക. കടമുള്ള ആളുകളൊക്കെ ഒരുപാട് കടം കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉള്ളവർക്ക് ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാം. നമ്മുടെ മുന്നിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളുടെ മുന്നിൽ നമ്മൾ മാതൃകാ രൂപത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. മാറി ചിന്തിച്ചുകൊണ്ടാണ് നമുക്ക് ഇത്തരം ഒരു ജീവിത രീതി സ്വീകരിക്കാൻ കഴിയാം. അതുകൊണ്ട് എല്ലാവർക്കും
നല്ലൊരു ദിവസം, എനർജറ്റിക് ആയ, സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ മാറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഓക്കെ.